മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നടാടെയാണ്. ആദ്യമാണ് ഈ നഗരത്തിൽ ജീവിക്കുകയാണെങ്കിലും ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുന്നതിന് ആദരപൂർവ്വം നന്ദി ആദ്യം അറിയിക്കുന്നു. ഒപ്പമുള്ളത് ഏറെ പ്രിയപ്പെട്ട രണ്ടുപേരാവുമ്പോൾ ഈ പ്രഭാതം വളരെ മനോഹരമായൊരു തുടക്കമാകുന്നത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വായിച്ചെടുക്കാൻ പോകുന്നത് ഇത്തവണ ആദിയുടെ മനസ്സാണ്. അദ്ദേഹമാണ് സാധാരണ നമ്മുടെ മനസ്സ് വായിച്ചെടുക്കുന്നത്. ഈ സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെയൊരു ഷോ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുക എന്ന് പറയുന്ന വ്യക്തി കൂടി നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ, അതും ജിസ് ജോയ് എന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പേരുള്ളൊരു ഡയറക്ടർ മലയാളത്തിൽ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരുള്ള ഡയറക്ടർ മലയാളത്തിൽ ഭയങ്കര കുറവാണ്. അതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. സോ ദർ ഇസ് എ ജോയ് ഓഫ് ഇമാജിനേഷൻ. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവനയ്ക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ഈ ആർട്ടിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇല്യൂഷൻ എന്നൊക്കെയാണ്. സോ ഐ വാസ് തിങ്കിങ് ദറ്റ് സിനിമ വാസ് ദ ബിഗ്ഗസ്റ്റ് ഇല്യൂഷൻ ടിൽ ഐ മെറ്റ് ആദി. He actually made illusion seem so cinematic. At the same time, there was another aspect of it, that basically there was a personalization. കാണുന്ന ഓരോരുത്തർക്കും ഇയാൾ നമ്മുടേതാണെന്ന് തോന്നുന്ന തരത്തിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഡിവൈസസ്. എന്നെ മാത്രമല്ല, ഞാൻ കണ്ട ആ ഷോ ഇൻസോംനിയ എന്നുള്ള ഷോ കണ്ടത് ടാഗോർ തിയേറ്ററിലാണ്. നിറഞ്ഞ ഓഡിയൻസിൽ നിങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടിരിക്കാം. ഈ വേദിയിലേക്ക് നടന്നു വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കാദ്യം സ്വാഗതം ചെയ്യാം. ആ ഇരിക്കുന്ന കസേരകൾ നിറയുമെന്ന പ്രതീക്ഷയോടെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചോദ്യം ശരിക്കും ഇൻസോംനിയ എന്നുള്ള പേരാണ്. അതൊരു പക്ഷേ ഒരു സ്ലീപ്പ് വാക്കിംഗ് എന്നാണ് നമ്മളതിനെക്കുറിച്ച് പറയുക. പക്ഷേ ഇൻസോംനിയ എന്നുള്ള ആ ഒരു പേരിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഷോ ഡിവൈസ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക്, ഇങ്ങനൊരു പാക്കേജിങ്ങിലേക്ക് എത്തണം എന്നുള്ളത് എത്രയോ വർഷത്തെ ഒരു ഇതുകൊണ്ടാണ്, എത്രയോ വർഷത്തെ ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ടാണ്. സോ അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഷോയുടെ ഇടയിൽ തന്നെ ബാല്യകാലത്തിനെക്കുറിച്ചും ഇങ്ങനെയൊരു ഷോയുടെ പ്രിപ്പറേഷനെ കുറിച്ചും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, ഹൗ ഡിഡ് യു ആക്ച്വലി അറൈവ് അറ്റ് ദിസ് സ്പെസിഫിക് വേർഡ് ഇൻസോംനിയ, ആൻഡ് ദെൻ ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ഓൺ ദിസ്? താങ്ക് യു. 2010 ആണ് ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൺസീവ് ചെയ്യുന്ന ഇൻസോംനിയ എന്നുള്ളത്. അപ്പോൾ ഞാൻ US പോയിട്ട് അവിടെ കാർണിവൽ ക്രൂസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അത് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷോ ചെയ്യുമായിരുന്നു. ആ സമയത്ത് സിഗ്നിഫിക്കൻ്റ്ലി എനിക്കൊരു 3 വർഷത്തോളം സിവിയർ ഫേസ് ഓഫ് ഇൻസോംനിയ ഉണ്ടായിരുന്നു. ഇൻസോംനിയ എലോൺ അത് കുറേയൊക്കെ ക്യൂർ ചെയ്യാം. ഉറങ്ങാൻ പറ്റാത്ത അസുഖത്തിൻ്റെ പേരാണത്. അപ്പോൾ അതൊരു തേർഡ് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ്. അത് പ്ലസ് ഡിപ്രഷൻ ഈസ് വെരി വെരി ഡേഞ്ചറസ് എന്നാണ്. ആ 3 വർഷമാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ തോട്ട് ഉണ്ടാക്കുന്നതും അതിനുള്ള റിസർച്ച് ചെയ്യുന്നതും. എൻ്റെ ആദ്യത്തെ ഇൻസോംനിയയുടെ ആദ്യത്തെ ഷോ പാരലലി ഷോ എന്ന് പറഞ്ഞിട്ട് ഞാനും ബാലും രാജമൂർത്തിയും കൂടിയിട്ടുള്ളൊരു ഷോ കൂടി, അതാണ് ആദ്യം ലോഞ്ച് ചെയ്തത്. ഉറക്കം എനിക്ക് ഈ ഷിപ്പിൽ നിന്ന് തന്നെ ഒരു ദിവസം ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവരവിടെ കാണുമല്ലോ. ഷോ എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ ഈ ആളുകളെ നമുക്ക് പിന്നെയും കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, മാറ്റ് കുഡിൻ സ്ലീപ്പ് യെസ്റ്റർഡേ നൈറ്റ്, like 3 o'clock in the morning he was asking how the heck did you that. അപ്പോൾ അതിങ്ങനെ മൾട്ടിപ്പിൾ ടൈം കേൾക്കാൻ തുടങ്ങുമ്പോൾ അതിലൊരു രസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒന്നാമത് ഇൻസോംനിയ എന്നുള്ള പേരിട്ടിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോഴും ഇറ്റ് ബ്രിങ്സ് ബാക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ആ പെയിനും ആ ടിയറും നമ്മൾ നടന്നു വന്ന വഴിയൊന്നും മറക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്പെഷ്യലാണെന്ന് ഇങ്ങനെ ഒരു 100,000 പേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അറിയാതെ നമുക്കങ്ങനെ തെയ്യത്തിൻ്റെ ഒരു ഫീല് നമ്മളങ്ങനെ സ്പെഷ്യലാന്ന് തോന്നിയാലോ. അപ്പോൾ ഇത് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ, സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ നമ്മൾ കഴിഞ്ഞ് കൈയടിച്ച് വീട്ടിൽ പോയി ചിലപ്പോൾ അന്ന് രാത്രി അതിൻ്റെ ഒരു ഹാങ് ഓവർ. അപ്പം ആ ഐഡിയ കുറച്ചെങ്കിലും പ്രൊലോങ് ചെയ്യാൻ പറ്റിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 ദിവസത്തേക്കോ 2-3 ദിവസത്തേക്കെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയാലെന്നുള്ള, അങ്ങനെയാണ്
നെഗറ്റീവ് കൊണേറ്റേഷനുള്ള ഒരു പേരെടുത്തിട്ട് നമ്മളത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻസോംനിയ കണ്ട എത്ര പേരുണ്ട്? ഈ ഒരു 4 പേരെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊന്ന് ഇനിയും ഇല്ല, തിരുവനന്തപുരത്ത് കുറേ പൊങ്ങുന്നുണ്ട് ഒന്നുകൂടി. ആ, അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കില്ലേ ആരും കാണുന്നില്ല എന്ന്. അല്ല, ഇനിയും ഒരു ഷോയ്ക്ക് സ്കോപ്പ് ഉണ്ട്. അതിന് അടുത്ത ഷോ വെച്ചിട്ട് എല്ലാം ഫുള്ളായി. 15-ാം തീയതി ഇവിടെ ഷോ ഉണ്ട് ടാഗോറിൽ, 2 ഷോ. ശരി, നമുക്കിനി ഇവിടുന്ന് റിവേഴ്സിലേക്ക് പിടിക്കാം. അതായത് നമ്മളിപ്പോൾ 2026-ലാണ്. സോ 2026-ൽ ഇനി അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന സ്റ്റേജസ് എവിടെയൊക്കെയാണ്, നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട്, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് എനിക്ക് തോന്നുന്നു അത് ഡിവൈസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ജസ്റ്റ് ഹൗ ഡു യു ആക്ച്വലി സീ 2026 ഫോർ ദ ആർട്ടിസ്റ്റ് ആദി ആൻഡ് ദ കോമ്പിനേഷൻ ദാറ്റ് യു ആർ? എന്തായാലും നല്ല തുടക്കമായിരുന്നു. അല്ല, പ്ലാൻ ഒരുപാടുണ്ട്, ജസ്റ്റ് പറയട്ടെ. ശങ്കരേട്ട, ഒരുപാട് സന്തോഷം. ശങ്കരേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു ധൈര്യമാണ് ശങ്കരേട്ടൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്ന് മോഡറേറ്ററായിട്ട് ശങ്കരേട്ടൻ എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ശങ്കരേട്ടൻ പറഞ്ഞതിനേക്കാൾ സുന്ദരമായൊരു പ്രഭാതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. അപ്പോൾ ഇൻസോംനിയ ഞാനിപ്പോൾ സംവിധാനം ചെയ്യാൻ സ്റ്റേജ് ഡയറക്ടർ എന്നാണ് പറയുക. സംവിധാനമൊക്കെ ഓൾറെഡി ആദ്യം ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൊഡ്യൂസറും ആദ്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് മെൻ്റലിസത്തോടുള്ള, ഈ കലയോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനിവേശം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഒരു ഷോ കാണുന്നത്. അതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഈ ഷോയെക്കുറിച്ച് കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇൻസോംനിയ എന്ന് പറയുന്ന ഷോ എനിക്ക് തരുന്ന ഒരു സന്തോഷം. അപ്പോൾ ഞാൻ 6 സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ്. 1800 പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, പാട്ടുകൾ. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ മനുഷ്യർ സന്തോഷിക്കുന്നത് ഏറ്റവും അടുത്ത് കാണുന്നു. തിയേറ്ററിൽ നമ്മൾ എപ്പോഴും അങ്ങനെ കാണുന്നില്ലല്ലോ. ഇത് ഈ ഇൻസോംനിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസ്, അവരുടെ ചിരി ആയിക്കോട്ടെ, അവരുടെ കയ്യടികളായിക്കോട്ടെ, അവരുടെ കരച്ചിലായിക്കോട്ടെ, അവരൊരു കാര്യം, ഒരു ഫിലോസഫി അവർ മനസ്സിലാക്കുന്നതായിക്കോട്ടെ, ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അടുത്തിരുന്ന വലിയ മോണിറ്ററിൽ ഞാൻ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്. ആ കിക്ക് എന്നിലെ ആർട്ടിസ്റ്റിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇൻസോംനിയയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷം അതാണ്. പിന്നെ 2026 കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായൊരു തുടക്കമാണ് എനിക്കും ആദ്യം കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രേക്ഷകർ ഓരോ ഷോ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴും 24 hours അല്ലെങ്കിൽ 36 hours സോൾഡ് ഔട്ട് ആയി പോവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഷോ ഞങ്ങൾ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമോട് പറഞ്ഞു, എടാ നമുക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായോ? 24 hours മുമ്പ് ആ ഷോ ഫുള്ളായി. അപ്പോൾ ഒരു ഷോയും കൂടി അനൗൺസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ദുബായിലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ വർഷം നമുക്ക് ഒരുപക്ഷെ ആദ്യം 46 രാജ്യങ്ങളിൽ ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒത്തിരി രാജ്യങ്ങളിൽ പോകാൻ പോകുന്നൊരു വർഷം ഇതായിരിക്കും. അതിൻ്റെ റീസൺ ഈ കഴിഞ്ഞ ഒരു 4 മാസത്തെ ഈ കയ്യടിയിൽ വലിയൊരു ഊർജ്ജമുണ്ട്. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സീരീസ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ രാജ്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനതിൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്യാം. ഉത്തരത്തിനോട് ആത്മാർത്ഥത പുലർത്തണമല്ലോ, ചോദ്യത്തിനോട്. അത് ഈ സ്റ്റേജിൽ എത്ര രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനേക്കാളും ഇനി ഉള്ള അങ്ങോട്ടുള്ള മൂവ്സൊക്കെ ഒരു അടയാളപ്പെടുത്തലാവണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 10 ഷോസ് തുടങ്ങി 15ഓളം ഷോസ് ചെയ്തത് കേരളത്തിലെ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഷോ ടൂറാണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്തത് GCCയിലും ഇതുപോലെ ഇൻഡിവിജ്വൽ ഷോ നടക്കുന്നതല്ലാതെ ഒരു ടൂർ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 yearsലേക്കില്ല. അപ്പോൾ GCC ഗൾഫ് രാജ്യങ്ങൾ കണ്ട ഏറ്റവും വലിയ ഷോ ടൂറാണ് ഇപ്പോൾ ഈ അടുത്ത ആഴ്ച February 7, 8 ആയിട്ട് ലോഞ്ച് ചെയ്യുവാണ്. ഇതുപോലുള്ള അടയാളപ്പെടുത്തലാവും ഈ ഗ്ലോബൽ ടൂറിൻ്റെ ഒരു ഇഷ്ടം. നമ്മുടെ സെഷൻ തുടങ്ങിയിട്ട് 10 മിനിറ്റുകളായിരിക്കുന്നു. ഏറ്റവും വിലയേറിയ 10 മിനിറ്റുകളാണ്. നമ്മുടെ മുന്നിൽ ഇനി 35 മിനിറ്റുകളുണ്ട് നിങ്ങളിലേക്ക് ഇൻട്രാക്ട് ചെയ്യാനെന്നാണ്. നമ്മൾ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ആ ഇൻട്രാക്ഷനിലേക്ക്, ഇൻസോംനിയയുടെ ഉപജ്ഞാതാക്കളിലേക്ക്, അത് ചെയ്യുന്ന രീതികളിലേക്ക് നമ്മൾ ജമ്പ് ചെയ്താൽ ഒരു പക്ഷേ 45 മിനിറ്റിന് ശേഷം നിങ്ങൾ ഇടപെടുന്നതിന് പകരം നമുക്കതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇടയിലൂടെയുള്ളൊരു ഇൻട്രാക്ഷനിലേക്കും കൂടെ നമുക്ക് കിടക്കാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ കാണുന്നു പുറകിലത്തെ സീറ്റുകൾ ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും
പ്ലാന്റഡ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മളൊരു ഓഡിയൻസിൻ്റെ ഇടയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരിലൂടെയാണോ ഒരാൾ ജോലി ചെയ്യുന്നത്, അയാളുടെ ഒരു ആർട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആക്ട് ഉണ്ട്. ഇത് കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഹി ആക്ച്വലി ത്രോസ് a frisbee or a ring, a kind of a thing which actually goes to one person. അയാൾക്ക് തോന്നുന്ന മറ്റൊരു ദിശയിലേക്ക് അത് എറിയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അത് ക്യാച്ച് ചെയ്യുന്ന ഒരാൾ മറ്റൊരു ഏരിയയിലേക്ക് എറിയുകയാണ്. അതായത് ഇനി അഥവാ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്പേസിൽ നിന്ന് നമുക്കൊരു റാൻഡം ആളിലേക്ക് തന്നെ നമ്മളത് എത്തിയാൽ അയാൾ കൃത്യമായിട്ട് ഇപ്പുറത്തിരിക്കുന്നതിലേക്ക് എത്തിച്ച് അങ്ങനെ എത്തുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ദിസ്? ആൻഡ് ദെൻ ബേസിക്കലി ഇഫ് യു വാണ്ട് ടു ത്രോ സംതിങ്, what would you choose? And can I get a frisbee? I have not, ഞാൻ ആരുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഫ്രിസ്ബിയോ എന്തെങ്കിലും ഒരു സാധനം ത്രോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മീഡിയ ഉള്ള ഭാഗം ഒന്ന് കാണിച്ചാൽ മൈക്ക് എടുത്തിട്ട് ഒന്ന് കൊടുക്കരുത്. ചെറിയൊരു ദേഷ്യം ബാക്കിയുണ്ടേ. ഇല്ലല്ല. If you want to throw something, what would you throw? A question? I mean, it could be anything. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് തരാമോ? നമ്മുടെ എന്നൊരു സ്റ്റേജ് മാനേജർ വന്ന് പരിചയപ്പെട്ടിരുന്നു ഇവിടെ കുറച്ച് മുമ്പ്. അദ്ദേഹം ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ റൈറ്റ് നൗ ബേസിക്കലി ഈ ത്രോയിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണീക്കുന്ന ആളോട് ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൊരു വാക്ക് ആലോചിക്കാനും അയാൾ ഇങ്ങോട്ട് വരാനുമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് ബേസിക്കലി നമ്മളിപ്പോൾ ദർ ഇസ് എ പ്രിറ്റൻഷൻ, അതായത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മളൊരു ക്യാരക്ടറിലേക്ക് ഒരു പ്രിറ്റൻഡ് ചെയ്യാറുണ്ട് പലപ്പോഴും. ആദ്യ സ്റ്റേജിൽ നിൽക്കുന്നത് ഇങ്ങനെയല്ല. ആദ്യ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിനൊരു മിസ്റ്ററി ഉണ്ട്. ആദ്യം ഈ സ്റ്റേജിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിനൊരു ചാമുണ്ട്. സോ ആ ഒരു ഓൾട്ടർ ഈഗോയെ വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദറ്റ് ഓൾട്ടർ പേഴ്സൺ, ദാറ്റ് ആദി? ഈസ് ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആദി ആൻഡ് ദാറ്റ് ആദി? ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്നുള്ള ഇതിൽ ഞാൻ പറയുന്നതല്ലായിരിക്കും. നമ്മൾ അതുവരെ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കും, ബാക്ക് സ്റ്റേജിലുണ്ടാവും. അവിടെ കഴിഞ്ഞ് അപ്പോൾ കാണുന്ന ഈ സ്റ്റേജിൽ കാണുന്ന ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു 240 ഡിഗ്രി എന്നൊക്കെ ഞാൻ വേണേൽ പറയും. അല്ല, അഭിനയമല്ല, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റൈലും ഒരു രീതിയുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എറണാകുളത്ത് JT പാക്കിലെ ഷോ, കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററാണ്. അപ്പോൾ ആദിയുടെ വൈഫ് ഷെറിൻ, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഷോസ് ആദിയുടെ കണ്ടിരിക്കുന്നത് ഷെറിനായിരിക്കും ഒരുപക്ഷെ. അപ്പോൾ ഷെറിൻ ഷോ കഴിഞ്ഞപ്പോൾ ആദിയോട് അങ്ങനെ നല്ലത് പറയാൻ വളരെ അപൂർവമാണ്. അപ്പോൾ എന്നോടും പറഞ്ഞു, ആദിയോടും പറഞ്ഞു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആദ്യം ഈ സ്റ്റേജിൽ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷോ, അതെനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ നിർത്തിയ ലാസ്റ്റ് ഷോ അതായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് വൈകുന്നേരം കോതമംഗലത്ത് തുടങ്ങാൻ പോകുന്നത്. ഓരോ ഷോ കഴിയുമ്പോഴും അദ്ദേഹം, ഇപ്പോൾ ലാലേട്ടൻ, സിദ്ദിഖ് ലാലിലെ ലാൽ സാറ്, ലാൽ ജോസ് സാറ് എറണാകുളത്ത് രാജഗിരിയിലെ ഷോ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഒരു വണ്ടർഫുൾ ആക്ടറാണ്. മനോഹരമായിട്ട് ആൾക്കാരെ ഒരു തിരക്കഥ ബൈഹാർട്ട് ചെയ്യുന്നതല്ല, മനോധർമ്മത്തിനനുസരിച്ച് തിരക്കഥയെ സബ് ലെയറേഴ്സിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് അത് മനോഹരമായിട്ട് ആക്ട് ചെയ്യുന്നു. ആ ആക്ടിൽ ശരിക്കും ഇദ്ദേഹം, ലാൽ ജോസ് സാറ് പറഞ്ഞു, ഞങ്ങൾ സിനിമ ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് സാധിക്കാത്ത ചിരിയും കരച്ചിലുമാണല്ലോ നിങ്ങൾ ഈ 2.25 മണിക്കൂർ കൊണ്ട് സ്റ്റേജിൽ കൊടുക്കുന്നതെന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ആക്ടിങ് എന്ന് പറയുന്നത് പഠിച്ച മറ്റു കാര്യങ്ങളെക്കാളൊക്കെ മീതെ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവനിങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അടുത്ത സിനിമയിലും ആസിഫ് തന്നെ ആയിരിക്കും. എനിക്ക് ഞാൻ കുറച്ചധികം ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്റ്റേജിൽ അത് ഉണ്ടാവില്ല. അതെങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും പണ്ടത്തെ അവരൊക്കെ ഞാൻ ഇതാണ് ചെയ്യുന്നതെന്ന് കാണുമ്പം അവർക്കത് വിശ്വസിക്കാൻ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഏറ്റവും അടുത്ത ഒരു ഒരു ചേട്ടൻ്റെ കല്യാണം ആൾക്കാർ നോക്കുമെന്ന് പറഞ്ഞിട്ട് പങ്കെടുക്കാതിരുന്ന ആളാണ്. ഏറ്റവും അടുത്തല്ല, സ്വന്തം ചേട്ടൻ്റെ. അത് ഞാനൊന്ന് പോളിഷ്ഡായിട്ട് പറഞ്ഞതാ. ഈ സ്റ്റേജിൻ്റെ ഇടത്തെ വിങ് കുറച്ചുകൂടെ നടന്നിട്ടുണ്ട്. അതി ഒരു ഫോട്ടോ എടുത്തിട്ടൊന്ന് വെച്ചാൽ നന്നായിരുന്നു. ഇങ്ങനെ MT8 കാണലില്ല, കുറേ വർഷം ഇങ്ങനെ കണ്ടിട്ട്. അത് കുറച്ചുണ്ടല്ലോ, അത് ഫുള്ളാവുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്താൽ. കസേരകൾ കൂടിപ്പോയതായിരിക്കും അല്ലേ? ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്, കസേരകളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ഓൾട്ടർ ഈഗോ എന്നുള്ളതാണ്. നമുക്ക് സ്റ്റേജ് മാനേജറിനോടുള്ള റിക്വസ്റ്റ് ഉണ്ട്, ഇഫ് ദർ ഇസ് സംതിങ്, എ ഫ്രിസ്ബി ഓർ എ റിംഗ് വിച്ച് കുഡ് ബി ത്രോൺ, പ്ലീസ് കൈൻഡ്ലി പാസ് ഇറ്റ് ഓൺ ടു ദ സ്റ്റേജ്. നമുക്കത് ശ്രമിക്കാം. നമുക്ക് ആ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആൻഡ് പെർഫോം ചെയ്യുന്നില്ല, ബേസിക്കലി അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹൗ ഹി ആക്ച്വലി ഡിഡ് എ റാൻഡം പേഴ്സൺ എന്നുള്ളത്.
അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ കിടക്കാൻ പോകുന്നത് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആയിക്കോട്ടെ. എനിക്ക് സത്യമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ എറിഞ്ഞു തന്നാൽ മതിയോ? അല്ല, ഈ നമ്മൾ ആളെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് കാണിക്കാനേ. അത് ഒരു ഫ്രിസ്ബി, ഇതാണ് നമ്മൾ ഈ ബീച്ചിലൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്ന സാധനമില്ലേ. അതെന്താ വെച്ചാൽ ലോജിക്ക് ഫെയിൽ ആവുന്ന സമയത്ത് ആളുകൾ എന്താ ചെയ്യുക, അവർ പറയും ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ് പറയും. കാര്യം 3000 പേര് 2000 പേര് ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും, ഇത് രസമില്ല. അപ്പം ഇതൊന്നും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തതല്ല. എല്ലാ തീരുമാനങ്ങളും ഓഡിയൻസ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ആരാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഷോൻ്റെ ഒരു നേച്ചർ അതാണ്. ഈ 2-2.5 മണിക്കൂർ ഓഡിയൻസാണ് ഈ ഷോനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ പോലും കൺട്രോളിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എറിഞ്ഞു തന്നാൽ എനിക്ക് 6ാം ക്ലാസ്സിലെ പരിപാടിയൊക്കെ ഓർമ്മ വരും. എനിക്ക് വേണ്ടി ഷോയുടെ ഡയറക്ടർ ജസ് എറിയും. നീ ഇങ്ങനെ കാണിച്ചു നോക്കട്ടെ. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാറ്റിങ്ങട്ടല്ലേ. ബ്യൂട്ടിയാണ്. ഇനി അവിടുന്ന് സാറിന് തോന്നുന്ന സ്പോട്ടിലേക്ക് അറിയാം. യു ക്യാൻ ആക്ച്വലി ത്രോ ഇറ്റ് ടു എവേ, ത്രോ എവേ ടു മോർ എവേ ഫ്രം വേർ വി വുഡ് റീച്ച്. റാൻഡം, യെസ്. ഇത് നമ്മളൊരു ഷോ പെർഫോം ചെയ്യാനല്ല, നമ്മളൊരു ഇൻറ്ററാക്ഷൻ എന്നുള്ള നിലയിൽ if there is you can throw it to another person and then basically we can land at a probable question from the audience. Maybe if he doesn't have a question we will again throw it. അതെ, അവസാനം നമ്മൾ വിചാരിക്കുന്ന ആളുടെ കയ്യിൽ കിട്ടുന്നത് വരെ എറിഞ്ഞുകൊണ്ടിരിക്കും. അത് അവിടെ നിന്ന് കിട്ടി. സർ, would you like to ask something to Adi? If you do you like no. കൊള്ളാം. Do you like to ask something to Adi personally? Do you have a question? ഭയങ്കര ആഗ്രഹമുള്ള രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അറിയുന്ന ആൾക്കാർ, അതുകൊണ്ട് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, അത് കുഴപ്പമില്ല. ആ പ്രോസസ്സ് കാണിക്കാനാണ്. Then you can throw it somewhere. എന്തമ്മാ? അതെ പറയും. അല്ല, ചോദ്യമല്ലേ? ചോദ്യമാണല്ലോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ സ്റ്റേജിനൊരു ഡിവൈസ് അത് ഷോ കണ്ട് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. യു ഹാവ് എ ക്വസ്റ്റ്യൻ? ഡു യു ഹാവ് എ ക്വസ്റ്റ്യൻ ടു ആദി? ഒരു മൈക്ക് കൊടുക്കാവോ? അതെ ചേട്ടാ, അദ്ദേഹത്തിന് ഒരു മൈക്ക് കൊടുക്കും. ആദ്യേക്കാൾ ഷൈ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്താനുള്ള ശ്രമം. ഡു യു ഹാവ് എ ക്വസ്റ്റ്യൻ ടു ആദി? ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക് ഹിം? അറിയുന്നത് ഈ സംഗതി എന്താണെന്ന് ഒരു പിടിയുമില്ല, അതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങളുമില്ല. സാറില്ല ചേട്ടാ, മാതൃഭൂമി ബുക്സ് തയ്യാറാക്കിയ ഒരു 5000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിരുന്നു. മേടിച്ചിട്ടേ പോവുള്ളേ. അല്ല ചേട്ടാ, ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ചേട്ടൻ എണീറ്റ് നിന്നപ്പോൾ തന്നെ, സാർ എണീറ്റ് നിന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു ഇദ്ദേഹത്തിന് എന്നെ അറിയില്ല എന്ന്. മൈൻഡ് റീഡറാണ്. അല്ല, ഇത് അല്ലല്ല, ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിലൊരു ചോദ്യമുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ്. ഹി സെഡ് ദാറ്റ് ഹി ഡസൻറ്റ് നോ വാട്ട് ഇസ് മെൻ്റലിസം. അതുകൊണ്ട് തന്നെ ഇതെന്നാ എന്നുള്ളതിനെക്കുറിച്ച് പുള്ളിക്കൊരു ധാരണയില്ല എന്നുള്ളതാണ്. സോ ഹൗ ഡു യു ഡിഫൈൻ മെൻ്റലിസം ഫ്രം യുവർ പെർസ്പെക്റ്റീവ്? അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ. അദ്ദേഹം കൈപൊക്കിയിരുന്നു. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നു? ഓ, പക്ഷെ താങ്കളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു സംഗതി ഉണ്ടായി. അത് പറയാൻ പറ്റുമോ? രോമാഞ്ചായിരിക്കും. അല്ല അല്ല, ഇൻ എ സെൻസ് കറക്റ്റ്. കൈയടിച്ചോളൂ, രണ്ടും കറക്റ്റായി. നമുക്കൊന്ന് പോകുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യണം കേട്ടോ. ചെവിയിൽ പറഞ്ഞുതരാം. പറഞ്ഞല്ലോ, പിന്നെ എക്സാക്ട് വേർഡ് എക്സാക്ട് തോട്ട് എങ്ങനെയാ ഞാൻ രാധതാൻ അത് വള്ളി പിടിക്കണോ? ക്യാമറ ഒക്കെ ഉണ്ട്. ആ തോട്ട് എങ്ങനെയാണ് വന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്നുള്ളത് ഞാൻ പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. താങ്ക് യു. ആ ചേച്ചിക്ക് എന്തോ ചോദ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ആദ്യത്തെ ഷോ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ മെന്റലിസം വേറെ 1-2 ഷോകൾ കണ്ടിട്ടുണ്ട്. കുറെ കാലമായി ഈ ഒരു ഷോ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സത്യത്തില്. വലിയ വെടിക്കെട്ട് കാണുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ടുകൾ ഉണ്ടാവാറുണ്ട്. മറ്റന്നാൾ എൻ്റെ നാട്ടിൽ ഷോ ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചില്ല. ഓക്കെ, ഇങ്ങനെയൊരു മെൻ്റലിസം എന്നുള്ള ഈ ഒരു ഇതിലേക്ക് വരാനിടയായ സാഹചര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്? ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്. അത് ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു ക്രൈസ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോരാ, അത് 6ാം ക്ലാസ് വെക്കേഷന് തുടങ്ങിയതാണ്.
അപ്പോൾ മെൻ്റലിസ്റ്റ് ഉണ്ടെന്നോ മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടെന്നോ എനിക്കും അറിയില്ല, അങ്ങനെ ലോകം അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. അതുപോലെ ആവാൻ എന്ത് പഠിക്കണം എന്നാണ് ആലോചിച്ചത്. അങ്ങനെ അന്ന് പറ്റുന്ന പോലെ അമ്മാമനൊരു മലയാളം മാഷാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈബ്രറിയിൽ ആ ഫ്രോയിഡിൻ്റെ എല്ലാം പുസ്തകം ഉണ്ടായിരുന്നു. മനഃശാസ്ത്രം പഠിക്കണമല്ലോ, പക്ഷെ നമുക്കൊന്നൊന്നും ഇത് മനസ്സിലാവില്ലല്ലോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സയൻസ് ഇവിടുന്ന് കിട്ടില്ല എന്ന് അങ്ങനത്തെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അത് ഗിവപ്പ് ചെയ്തു. പിന്നെ ഇവൻച്വലി ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് എത്തി. അത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഹെഡ്ഗാർഡ് ലിവിസിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഇതിനോട് ഇഷ്ടമുള്ളതെല്ലാം കണ്ണിൽ പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഷെർലക് ഹോംസ് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ. പറ്റുവാണെങ്കിൽ എല്ലാവരും വായിക്കണം. ഇപ്പോൾ പലരും നമ്മളോട് ചോദിക്കും ഈ ഒബ്സർവേഷൻ കൂട്ടാൻ എന്ത് ചെയ്യും, ഫോക്കസ് കൂട്ടാൻ എന്ത് ചെയ്യുന്നൊക്കെ കുട്ടികൾ കുറേ പേര് പാരൻസും ടീച്ചേഴ്സ് എല്ലാം ചോദിക്കും. ഞാൻ പറയും ഇതൊരു സ്റ്റെറോയിഡ് മെത്തേഡാണ്. നമ്മൾ ഇത് കുറേ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ടെക്നിക്കിനെ പറ്റി ഘോരഘോരാന്തരം പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് അതൊന്നും എവിടെ എത്താറില്ല. ഇവൻച്വലി നമ്മൾ ഡിവേറ്റ് ആയി പോകും. സോ നമ്മൾ വേറൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നിലത്ത് പുസ്തകം വെക്കാൻ പറ്റാത്ത പോലെ അഡിക്റ്റഡ് ആക്കി കളയുക പുസ്തകങ്ങളെ. നിങ്ങൾ ആ പുസ്തകം ആ കഥ വായിച്ച് തീരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഇതൊക്കെ കൂടിയിട്ടുണ്ടാവും. സോ ഐ ഓൾവേസ് പ്രിഫർ ആരെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും സജഷൻ ചോദിക്കുമ്പോൾ, ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ് ഓർ സംതിങ്, പക്ഷേ ആരെങ്കിലും ഇങ്ങനത്തെ സജഷൻ ചോദിക്കുമ്പോൾ ഇതുപോലത്തെ ഇത് നമ്മൾ പറയുന്നത് സ്റ്റെറോയിഡ് മെത്തേഡ് എന്നാണ്. സാധാരണ ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ കിട്ടുന്ന റിസൾട്ട് 1 മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക് യു. ഈ ഒരു സെക്കൻഡ്, ഈ ഇൻസോംനിയ എന്നുള്ള ഷോ നിങ്ങൾ കണ്ടാൽ കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം ഈ ഹിസ്റ്ററി തൊട്ട് ഇതെങ്ങനെ തുടങ്ങിയും തൊട്ട് നമുക്ക് ആദ്യമേ നമ്മൾക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ഒരാളെപ്പോലെ ഹി വിൽ മേക്ക് ഹിംസെൽഫ്. അപ്പോൾ അത് പലപ്പോഴും ഷോ കാണാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, പക്ഷേ ഷോ കണ്ടിട്ട് ആദ്യയോട് ഇൻട്രാക്ട് ചെയ്യാൻ ആ സമയത്തൊരു ഹെവി റഷ് ഉണ്ടാവാറ്. ലൈക്ക് ദ സെലിബ്രിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദെം, ദെൻ ദർ ഇസ് എ സ്റ്റേജ് ഇൻട്രാക്ഷൻ. പക്ഷേ ആ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ആ ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ ആ പ്രിമൈസ് വിട്ട് പോകുന്നില്ല. അവരിപ്പോഴും ഒരു മാജിക്കൽ സ്പെല്ലിലാണ്. ആൾക്കാർ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് ദ ഇമ്പാക്ട് ദാറ്റ് ഹീ ക്രിയേറ്റ്സ് ഓൺ ദ ഓഡിയൻ ആക്ച്വലി ഈസ് എ ഹാങ് ഓവർ ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 1, 2, 3 ദിവസം അവർ ആദ്യം ചെയ്ത പ്രോസസ്സുകളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ, നമ്മളിപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് അറ്റൻഷൻ സ്പാൻ ഏറ്റവും കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഈ നോക്കുന്നതിനിടയിൽ തന്നെ കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ട്, കുറച്ച് പേര് ഫേസ്ബുക്ക് മെസ്സേജസ് നോക്കിയിട്ടുണ്ട്, കുറച്ച് പേര് വാട്സാപ്പിൽ ഇതിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യയുടെ ഷോ നടക്കുമ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കില്ല, ഫേസ്ബുക്ക് നോക്കില്ല, നമ്മൾ മെസ്സേജ് അയക്കില്ല, നമ്മൾ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഹൗ ഡു യു ഗ്രിപ്പ്, അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയി ഗ്രിപ്പ് ചെയ്യുന്ന ഒരു ഹൗ ഡിഡ് യു ആക്ച്വലി മേക്ക് ദാറ്റ്സ് എ വെരി ഇമ്പോസിബിൾ ടാസ്ക്. അത് ഉത്തരം ഞാനത് പറഞ്ഞാൽ ഇവന് ഇഷ്ടാവില്ല, എന്നാലും പറയാം. ഗ്രിപ്പ് ചെയ്യുന്നതിനെ പറ്റി മാത്രമല്ല, ഇത് പ്രോസസ്സ് ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ പിറകിലൊരു സൈക്കോളജി ഉണ്ട്. അത് നമ്മൾ ഇമോഷൻസാണ് ശരിക്കും ടാക്കിൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു എഫക്റ്റ് കണ്ട് നമ്മൾ ഒരു ഞെട്ടലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എഫക്റ്റ് കണ്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു സമയമുണ്ടല്ലോ ശങ്കരേട്ടാ, അത് നമ്മൾ കൊടുക്കില്ല. മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു സങ്കടമുള്ളൊരു കാര്യമാണ് അവരുള്ളിലൊന്ന് തട്ടി ഒരു കൊളുത്തി വലിയാണ് ഫീൽ ചെയ്തെങ്കിൽ അതൊന്ന് അടങ്ങണമെങ്കിൽ നമ്മളൊന്ന് അപ്പുറത്തുള്ളവരൊന്ന് നോക്കിയിട്ട് ഒരു ബ്രീത്ത് എടുക്കെങ്കിൽ വേണം. അതിനു മുമ്പേ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റുള്ള ചിലപ്പോൾ ഒരു പൊട്ടിച്ചിരിയായിരിക്കും, അത് ഇതിനോട് കൂടില്ല, ഒരിക്കലും ചേരില്ല. ആ ടൈം സ്പാൻ എന്ന് പറയുന്നതിലാണ് ഈ ട്രിക്ക് ഇരിക്കുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്കൊരു വെയിറ്റ് എ മിനിറ്റ്, എനിക്ക് ഇത് അതുകൊണ്ടാവുമോ, അപ്പോൾ ഇവർ ആലോചന സേവ് ചെയ്യും. ഈ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ അത് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കുന്നില്ല. ഈ 2.5 മണിക്കൂർ ആക്ച്വലി ഞാൻ ഈ ഷോ സ്ക്രിപ്റ്റ് ചെയ്തത് ബാക്കിൽ ക്ലൈമാക്സിന് ബാക്കിലോട്ടാണ്. ഇത് ഈ ഷോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ക്രാക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ യു ഹാവ് ടു തിങ്ക് ഫ്രം ബാക്ക്വേഡ്സ്, എന്നാലും കിട്ടുന്നില്ല. സോ ഓൾ അലോങ് ദ പ്രോസസ്സ് നിങ്ങളിത് ചിന്തിച്ചോ, ഇതിങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ തന്നെ വിട്ടു കൊടുക്കുന്നുണ്ട്. അതായത് ഇതിങ്ങനെയാണെന്ന് ചിന്തിപ്പിക്കാനുള്ള ഈസിനെസ്സും തരുന്നുണ്ട്. സോ നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെയാണോ, അപ്പോൾ അതിനായിരിക്കുമല്ലേ അങ്ങനെ പറഞ്ഞത്. ആ ഒരു മൊമെൻറ്റിൽ നമ്മളിത് മൊത്തം ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇത്രയും വരെ ചിന്തിച്ചതെല്ലാം വെറുതെ ആയിപ്പോയില്ലേ, കിട്ടിയോ? ഈ ഒരു ജഗ്ലിങ് ഇതിന് ബിഹൈൻഡ് ദ സ്ക്രീൻ നടക്കുന്നുണ്ട്. ഇതേ ക്യാച്ച് ഹുക്ക് തന്നെയാണ് നിങ്ങൾ ഉറങ്ങാതിരിക്കുകയോ ഇത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ആലോചിച്ചിട്ട് എന്നുള്ള അത് ചോദിപ്പിക്കാനുള്ള, അത് ടാഗായിട്ട് ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നു. ഈ ഷോയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിവൈസ് ഉണ്ട്. അത്
എനിക്ക് തോന്നുന്നത് വേൾഡിൽ തന്നെ പേറ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാസ്റ്റിൽ ഇത് വന്നു എന്ന് പറയുന്ന ഒരു ദർ ഇസ് എ വിഷ്വൽ വിച്ച് ഇസ് ബീയിങ് ഷോൺ. അത് നമ്മൾ എങ്ങനെ എന്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അപ്പോൾ എഡിറ്റ് ചെയ്താലും ആ ഒരു മണിക്കൂറിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സംഗതി. ദാറ്റ്സ് ബേസിക്കലി പ്രീ ഡിസൈൻഡ്. സോ പീപ്പിൾ ഹു ഹാവൻ സീൻ ആദി ആൻഡ് പീപ്പിൾ ഹു ഹാവ് സീൻ ആദി, നമ്മൾ ഈ ഓഡിയൻസ് അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഈ ഷോ കണ്ടവരിൽ നിന്ന് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യണം, ആദിയോട് ചോദിക്കണം എന്നുണ്ടായിരുന്നവരിൽ നിന്നും എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ, നേരത്തെ കൈ ഉയർത്തിയവരിൽ നിന്നും ഒരു പക്ഷേ ആദ്യമായിട്ടൊരു സ്റ്റേജ് പങ്കിടണമെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി റേസ് എ ഹാൻഡ് ആൻഡ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ആദി, എൻ്റെ പേര് നന്ദു. ഞാൻ ആദിയുടെ ഷോ കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അനന്തുൻ്റെ ഒരു ഷോ കാണാനിടയായി. അപ്പോൾ അതിൽ ആക്ച്വലി ഞാൻ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചായിരുന്നു, ഒബ്സർവേഷൻ്റെ കാര്യം. അതിനോടനുബന്ധിച്ചാണ് ഇപ്പം നമ്മൾ വ്യക്തികളുടെ ഗസ്റ്റേഴ്സ് ബോഡി മൂവ്മെൻറ്റ്സ് ഇതൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഷോയുടെ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം സാമ്പിൾസ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് ആ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുന്ന സാമ്പിൾസ് ഏകദേശം 100%ഓളം നിങ്ങൾ ആ കൺക്ലൂഷനിലെത്തുമ്പോൾ ഷുവർ ആവാറുണ്ടോ എന്നാണ്. നല്ല ചോദ്യം ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ, മൈൻഡ് റീഡിങ് ഈസ് എ ഫേക്ക് കോൺസെപ്റ്റ്. മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒന്നില്ല, ശ്രദ്ധിക്കണേ. അതിനോട് ഏറ്റവും കുറച്ചധികം സ്കിൽ സെറ്റുകൾ ഒരു യുണീക്കായ ചേരുവയിൽ ഉപയോഗിച്ചിട്ട് അതിനോട് ഏറ്റവും അടുത്തെത്തുന്നുള്ള തോന്നലുണ്ടാക്കാനേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഓൾ മേക്ക് ബിലീഫ്. ഓക്കെ, ബോഡി ലാംഗ്വേജ് കൊണ്ട്, അതായത് ആളുകൾ കുറേ പേര് ചോദിക്കും നമ്മളോട് ഇതെങ്ങനെ പഠിക്കുക, എന്താ ട്രെയിനിങ്. നിങ്ങൾക്ക് ട്രിക്സ്, ഒരു മാജിക്കിൻ്റെ ഒരു നോട്ടിലുള്ള കാര്യങ്ങളാണ് ശരിക്കും തിയാട്രിക്സിന് വേണ്ടത്. പക്ഷേ റിയൽ ലൈഫിൽ ആളുകളെ പഠിക്കണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം വാലിഡ് ആവുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് സബ്ജക്റ്റിൻ്റെ പേര്. നിങ്ങൾക്കൊക്കെ ഞാൻ വേറൊരു പുസ്തകം പറഞ്ഞുതരാം, പീപ്പിൾ വാച്ചിങ്. ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകമാണ് പീപ്പിൾ വാച്ചിങ് പറഞ്ഞിട്ട്. ഡെസ്മണ്ട് മോറിസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഗംഭീര പുസ്തകം ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് മേടിച്ച് നിങ്ങൾക്ക് ഏത് തൊഴിലായിക്കോട്ടെ, നിങ്ങളല്ലെങ്കിൽ റിയൽ ലൈഫിലായാലും ആളുകൾ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അത് മൈൻഡ് റീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാക്ട് തോട്ട് കിട്ടണം, അങ്ങനെ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഒരാൾ ആ തോട്ടിലേക്ക് പോകുന്നു, അവരുടെ മനോവ്യാപാരം ഏകദേശം ഏറെക്കുറെ നമുക്കതിൽ കിട്ടും. ഓക്കെ, അതിൻ്റെ കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെർബലാണ് നമ്മൾ പഠിച്ചിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ഒരു 22 തൊട്ട് 24% വരെ വാക്കുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇത് റിഹേഴ്സ് ചെയ്യാനും പറ്റും നമുക്ക്, അല്ലേ, കുറച്ചൊക്കെ കബളിപ്പിക്കാനും പറ്റും. പക്ഷേ ബോഡി പറയുന്നത്, നമ്മുടെ ശരീരഭാഷ, നമ്മുടെ കണ്ണിൻ്റെ ചലനങ്ങൾ, നമ്മളൊരു ദ പൗസ് ഇൻ ബിറ്റ്വീൻ, ഇതൊക്കെ നമുക്ക് വോളിയംസ് പറഞ്ഞു തരുന്നതാണ് ആൾക്കാരെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കള്ളത്തരവെല്ലാം കണ്ടുപിടിക്കാൻ നോക്കുന്ന സമയത്ത് ബോഡി പറയുന്നതൊന്നും, കാരണം ഇതിൻ്റെ എക്സിസ്റ്റൻസ് നമുക്കറിയില്ല ഈ ലാംഗ്വേജിൻ്റെ, അത് പറയുന്ന ഒന്നും വാക്കുകൾ പറയുന്ന ഒന്നും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. സോ സ്റ്റേജിൽ അദ്ദേഹം അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ബോഡി ലാംഗ്വേജ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ചില ചോദ്യങ്ങൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ചില എസ് ഓർ നോ പോലത്തെ ചോദ്യങ്ങൾ നമ്മളിടും. അപ്പം നിങ്ങളുടെ എക്സ്പ്രഷൻ നിങ്ങൾ വാക്കുകൊണ്ട് ഉത്തരം പറയുന്നതിന് മുമ്പേ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യാം. കിട്ടിയോ? പിന്നെ ഒരാൾ നടന്ന് ഇവിടെ വരുന്ന, അല്ലെങ്കിൽ സ്റ്റേജിലെത്തിയ ഒരു ഹാൻഡ് ഷേക്ക് തരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ആകെ ഒരു 15 തൊട്ട് 20 സെക്കൻഡ് വരെ കിട്ടുള്ളൂ. അതിനുള്ള അദ്ദേഹം ഏത് ടൈപ്പ് ആളാണെന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവണം. ഇത് നമ്മളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണോ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തമാശ പറയാൻ കൊള്ളുമോ. ചിലപ്പോൾ വി യൂസ് സം ഫ്ലട്ടിങ് ലാംഗ്വേജ്. അത് സാഹചര്യത്തിന് ആവശ്യമുള്ള പോലെയാണ്. അപ്പോൾ ഇതൊക്കെ പാടുണ്ടോ? ഒരു ഹസ്ബൻഡ് മുമ്പെന്ന് വൈഫിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കുണുങ്ങി വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ ചീത്ത കിട്ടും. അപ്പോൾ അത് ഇവിടെ പറ്റുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ ഞാൻ മുമ്പൊരു ടെഡ് ടോക്കിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹാൻഡ് ഷേക്കെന്ന് മാത്രം, നമ്മളൊരു ഹാൻഡ് ഷേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മാത്രം ഒരാളെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ ലെക്ചറിലുള്ള ടൈം 24 മിനിറ്റ്സ് ആണ്. 24 മിനിറ്റോളം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു ഹാൻഡ് ഷേക്ക് എന്ന് ആളുകൾ അനലൈസ് ചെയ്യുന്നത്, ഈവൻ അവർ നാട്ടിൻ പുറത്തുനിന്നാണോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്, അവരുടെ പ്രൊഫഷനെ പറ്റിയിട്ട് പോലും കുറേ പറയാൻ പറ്റിയേക്കും. കിട്ടുന്നോ? അതിനുള്ള ഉത്തരമായില്ലേ? ഞാൻ കുറച്ച് ക്ലിയർ ആക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതായത് ഇപ്പം ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ്, ഒരു പെർട്ടിക്കുലർ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജസ്റ്ററുള്ള ഒരാൾ എത്രത്തോളം പേര് അങ്ങനെ അനലൈസ് ചെയ്താലാണ്
നിങ്ങൾക്ക് ഒരു പക്ഷേ അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഒരു കോർ ഓ, അല്ലേ? അത് ഞാൻ വിട്ടുപോയി. അത് മാത്രം ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. Thank you so ആ much. ചോദ്യത്തിന്റെ Thank you. കോർ അതായിരുന്നു. ഞാൻ ആ ഒടുവഴിയിലേക്ക് കൂടി വന്നപ്പോൾ അത് വിട്ടുപോയതാണ്. എൻറ്റയർ ലൈഫ് ഞാൻ ഇതല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിതിന് ഭയങ്കര ഹെൽപ്പായ ഒരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് വർഷം ഞാൻ അനിമേഷനിൽ ഒരു എടുത്തിട്ടുണ്ടായിരുന്നു ഡിപ്ലോമ. അപ്പോൾ ഒരു 1.5 വർഷം നമ്മൾ ഈ അനാട്ടമി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾ പാർക്കിലും മറ്റും അന്നിവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൊക്കെ കൊണ്ടുപോകും. പാർക്ക് സുഭാഷ് പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് വി ഹാവ് എ സ്കെച്ച്. എന്നിട്ട് നമ്മൾ ഈ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആളുകളെ വരക്കണം. ഒരുപാട് സമയമൊന്നും കിട്ടില്ല. അവർ എവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ അനാട്ടമിയാണ് വേണ്ടത്, അവരുടെ ഫേസിലെ ഡീറ്റെയിൽസ് ഒന്നുമല്ല. അപ്പോൾ ഒഫീഷ്യലി വായി നോക്കാനുള്ള ഒരു ലൈസൻസ് നമുക്ക് അന്നേ ഉണ്ടായിരുന്നു. ഇത് ഹെൽപ്പായി. കാരണം അത്രയും ആഗ്രഹിച്ച ആവശ്യം ഉണ്ടായിട്ട് നോക്കുന്നത് അല്ലേ, അത് വേറെ തന്നെ നോളജ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷെർലക് ഹോംസിൽ അഡിക്റ്റഡ് ആയ ആ ഒരു 6ാം ക്ലാസ് വെക്കേഷൻ ആ സമയം തൊട്ട് ഐ ഒബ്സർവ് പീപ്പിൾ ലൈക്ക് ക്രേസ്ലി. താങ്ക് യു ആദി. ആൻഡ് ദർ ആർ സർട്ടൺ തിങ്സ് ദാറ്റ് ഹീ ഡസ്. അത് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹീ ഡസ് സർട്ടൺ തിങ്സ് വിച്ച് ഇസ് എഗെയിൻ നമുക്കൊരു മിറക്കിൾ അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കിൾ എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ 2 കാര്യങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ദാറ്റ് ഫോർ എക്സാമ്പിൾ നോക്കിക്കൊണ്ട് ഗ്ലാസ് ബ്രേക്കിംഗ്, അതിൻ്റെ അകത്ത് മറ്റൊരു തരത്തിലൊന്നുള്ള സാധനമൊന്നുമില്ല. അത് ദാറ്റ് ഹി ബ്രേക്സ് എ ഗ്ലാസ്. ഹി ടച്ചസ് വിത്തൗട്ട് ടച്ചിങ്. അതായത് ഒരു പർട്ടിക്കുലർ ആളെ നമ്മൾ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ നമ്മൾ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു ട്വീക്ക് അത് അദ്ദേഹം ചെയ്യാറുണ്ട്. ദെൻ ദർ ഇസ് എ തിങ് ദാറ്റ് ഹി ഡസ് ഇസ് ദാറ്റ് ബേസിക്കലി he makes you travel in time and digs out a memory which is actually very much embedded. അതായത് നമ്മൾ പോലും ഒരു പക്ഷേ മറന്നു കിടക്കുന്ന ഒരാളെ അയാളെ നമ്മൾ വീണ്ടും ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ മനസ്സിൽ നമ്മളോട് പറയേണ്ടിയിരുന്ന ഒരു കാര്യം അദ്ദേഹം അത് പറയിക്കുന്നു എന്ന്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു ക്ലാർവോയൻസ് അല്ലെങ്കിൽ ഇതൊരു ഒരു തരത്തിലുള്ള ഒരു ഒരു സൂപ്പർസ്റ്റിഷൻ എന്നൊക്കെയുള്ള നിലയിൽ മാർക്കറ്റ് ചെയ്യാമായിരുന്ന ഒന്നിനെ അങ്ങനെയല്ല എന്ന് പറയുന്നൊരു ഫിലോസഫി ദാറ്റ് ബേസിക്കലി ദിസ് ഈസ് ഹ്യൂമൻലി പോസിബിൾ എന്ന് പറയുന്ന വളരെ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള വളരെ ഓൾട്രോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ അദ്ദേഹം ഈ ഷോയിലൂടെ അതിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിച്ച് ഇസ് എൻ അമേസിംഗ് തിങ് ദാറ്റ് ഹി കുഡ് ഹവ് ആക്ച്വലി മാർക്കറ്റഡ് ഇറ്റ് ഫോർ അനദർ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു സെയിൻറ്റ്ഹുഡിലൊക്കെ പോകാവുന്ന സാധനങ്ങളുണ്ട്. So how did you arrive at that particular thing? That basically I will use this as a science. I will make sure that the people understands. എനിക്ക് അക്കാഡമിക്സിൽ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പം തുടക്കം മുതലേ കേട്ടിരുന്ന വലിയ ലെജൻഡറി പേരുകൾ ഈ സബ്ജക്റ്റിലുള്ളവർ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്ന ലോകത്തിനാന്ന് മനസ്സിലായിരുന്നു. 10-25 വർഷത്തോളം ലോകത്തിലുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളെയും മിസ്ലീഡ് ചെയ്യാൻ പറ്റിയ ഒരു ലെജൻഡറി സ്റ്റോറി ഉണ്ട്. ഉറി ഗെല്ലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എക്സെപ്ഷണൽ പെർഫോമർ. പക്ഷെ അദ്ദേഹം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല പെർഫോം അങ്ങനെയാണെന്നുള്ളത്. ഒരു ലബോറട്ടറി, അതായത് ലബോറട്ടറി എന്നാണോ പറയുക, ഒരു സയൻറ്റിഫിക് ഈ കാനഡയിലുള്ള ഒരു വലിയൊരു ലാബ് 40-45ഓളം സയൻറ്റിസ്റ്റുകളുടെ ഒരു ലാബ് അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അതിന് പ്രൊജക്റ്റ് ആൽഫ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. സ്റ്റീവ് ഷാ, ബനാച്ചക്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നമ്മളിതൊക്കെ കേട്ട് വരുന്നതുകൊണ്ട് ആളുകളുടെ പെയിൻ വിറ്റിട്ട് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളോട് എനിക്ക് പണ്ട് മുതലേ വിഷമാണ്, ദേഷ്യമുണ്ട്. അതായത് അവർ സൈക്കിക്സ് എന്ന് പറയും, മരിച്ചുപോയവരെ മുമ്പിൽ കാണിക്കാമെന്ന് പറയും. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇതൊന്നും നടക്കില്ല. സയൻസ് പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിലിപ്പം കുറേ കൂടി ഇപ്പം നിങ്ങൾ കൈയടിച്ചു, പക്ഷേ താഴോട്ട് വന്ന് നമ്മൾ വിശ്വാസങ്ങളുടെ ഒരു ലെവലിലെത്തുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യം കൂടാൻ തുടങ്ങും. അത് അവിടെ നിന്ന് വന്ന് ന്യൂമറോളജിയിലേക്കും ആസ്ട്രോളജിയിലേക്കും ജ്യോതിഷല്ലേ ഈ കയ്യിലിടുന്ന കല്ല് മോതിരം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിലടക്കം വരും. ഇതൊക്കെ നടന്നോട്ടെ, വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കോട്ടെ. പക്ഷെ അത് ഒരാളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ, ഒരാൾ ഇമോഷനെ ചൂഷണം ചെയ്തിട്ട് ചെയ്യുന്ന സമയത്താകുമ്പോൾ അത് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു വലിയൊരു വാർ അതിനുവേണ്ടി എൻ്റയർ ജീവിതം നമുക്ക് നടത്താൻ പറ്റില്ലായിരിക്കും. പക്ഷേ എനിക്കറിയാവുന്ന ആർട്ട് ഈ സ്കിൽ സെറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ 10-1 പോലും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 10-32ഓളം സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരക്കാർ ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്നത്. ഇത് നന്നായി അറിയാമെന്നുള്ള രീതിയിൽ ഐ ടുക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇൻസോംനിയ ഞാൻ വിചാരിച്ചു ഐ വുഡ് റാദർ ട്രൈ എൻലൈറ്റൻ പീപ്പിൾ. ഈ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ
എനിക്ക് ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ നമുക്ക് പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറ് ഒരു സീനുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരാളിങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പോലത്തെ ഒരാൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഭസ്മം ഉണ്ടാക്കി ഇടുമ്പോൾ ശ്രീനേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് അരി ഉണ്ടാക്കിക്കൂടെ, മനുഷ്യർക്ക് ആവശ്യം അരിയല്ലേ, ഭസ്മമല്ലല്ലോ. അപ്പോൾ എനിക്ക് കാണുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ ആദ്യം സ്റ്റേജിൽ കാണിക്കുന്ന 2.25 മണിക്കൂറിൽ കാണിക്കുന്ന എപ്പിസോഡ്സിൻ്റെ ഒരു എപ്പിസോഡ് അറിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ പുറകെ കൂടും. അതൊരെണ്ണം നമ്മൾ തെറ്റായ രീതിയിൽ വിൽക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ മരിച്ചുപോയ ആളെ കാണിച്ചു തരാമോ, അവരെന്ത് പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഇതൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റിയ സംഗതി. അപ്പോൾ ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് ഇതൊരു പ്രകാശമുള്ള ഷോയാണ്. ആ ഷോയുടെ പ്രകാശം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരം സാധനങ്ങളിലൊന്നും നിങ്ങൾ വീണ് പോരുത്. അത് ആദ്യം തന്നെ ഓപ്പണായിട്ട് സമ്മതിക്കുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും ടീം മെമ്പേഴ്സിനുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇന്നലെ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ടെക്നിക്കലി 1-2 കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഇൻസോംനിയയുടെ ഒരു തീം മ്യൂസിക് ഉണ്ട്. ആ തീം മ്യൂസിക് ഭയങ്കര ഹോണ്ടിങ് ആണ്. അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഷെർലക് ഹോംസിൻ്റെ ആരാധകനാണ്, ആർതർ കൊനൻ ഡോയലിൻ്റെ എന്താണ് ടൈംലെസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഷെർലക് ഹോംസ്. പക്ഷേ ഷെർലക് ഹോംസിൻ്റെ ഒരു ടെലി പ്ലേ വന്ന സമയത്ത് അതിനൊരു ഭയങ്കര ഹോണ്ടിങ് മ്യൂസിക് ഉണ്ടായിരുന്നു. അതായത് അത് ഷെർലക് ഹോംസിൻ്റെ തീം മ്യൂസിക് ഒന്നുമല്ല, ആ ഷോയുടെ തീം മ്യൂസിക്കാണ്. അപ്പം വി ആക്ച്വലി വാണ്ടഡ് ടു പ്ലേ ദാറ്റ് ഔട്ട് ഫോർ യു, ബിക്കോസ് ഈ ലൈറ്റ്സ് ഒന്ന് ഡിം ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഈ ലൈറ്റ്സ് ഒന്ന് ചെറുതായിട്ട് മാറിയിട്ട് ആ മ്യൂസിക് വന്നിട്ട് ആദ്യയുടെ ഒരു എൻട്രി ഉണ്ട്. ഇഫ് യു ഹവ് നോട്ട് സീൻ ഇറ്റ്, ഇറ്റ്സ് റിയലി സംതിങ് വെരി വെരി ഒരു എന്താണ് നമ്മളൊരു ഫാൻറ്റം ഓഫ് വെനീസൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സാധനം, ഫാൻറ്റം ഓഫ് ദ ഓപ്പറ കാണുന്നതൊക്കെ പോലെ ഒരു സംഗതിയാണ്. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനൊരു കാരണമുണ്ട്. കാരണം എന്നെ ഇന്നലെ എനിക്ക് വൈകുന്നേരം ജിസിൻ്റെ ഒരു കോള് വന്നു. ഐ ബീൻ ട്രൈങ് ടു കോൾ ഹിം ഫ്രം 12 noon. 1 മണി 2 മണി 3 മണിക്കൊക്കെ വിളിക്കുമ്പോഴും ജിസ് കുറച്ച് ഷാറ്റേഡാണ്. അതായത് ഷാറ്റേഡ് ഇൻ ദ സെൻസ് ശബ്ദം അദ്ദേഹം വേറെ പല പല കാര്യങ്ങളിൽ ഇടയ്ക്ക് നിന്നിട്ട് ഞാനിപ്പോൾ വിളിക്കാം, എനിക്ക് 2 മിനിറ്റ് തരുന്നത്. He called me around 4:30 and 5 and said that this is not going to happen. This session, നമ്മൾ ഈ ഇരിക്കുന്ന സെഷൻ is not going to happen because ആദി is not reachable. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് ആദി നോട്ട് റീച്ചബിൾ ആയത്? അത് ചിലപ്പോൾ അങ്ങനെയാണ്. ഹീസ് എ ട്രൂ ആർട്ടിസ്റ്റ്. അതിയുടെ മനസ്സ് എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അതായത് നമ്മളൊരു പെർഫോമർ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ബഹിർസ്ഫുരണം അല്ലെങ്കിൽ പുറത്തേക്ക് മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ ആർട്ടിസ്റ്റ് ഇസ് ഓൾസോ സംതിങ് വിച്ച് വി ടേക്ക് ഇൻസൈഡ്, അല്ലേ? നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഇതിൻ്റെ പുറത്തോട്ട് വരുന്നത്. വാട്ട് എവർ യു ഫീഡ് ദ സോയിൽ, അതാണ് നമ്മൾ ആ കായികനിയായിട്ട് വെളിയിലേക്ക് വരുന്നത്. വാട്ട് എവർ വി ഫീഡ് ഇൻസൈഡ് ആസ് എ ചൈൽഡ്, ദാറ്റ് ഇസ് വാട്ട് കംസ് ഔട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മറുവശം കൂടി കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അതൊരു പക്ഷേ വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ടി വിയോട് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പത്രത്തിനോട് തിരിച്ച് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ആശയപ്രകാശത്തിന് ഏറ്റവും പുതിയ ഒരു മാർഗമായി മാറുന്നത്. നമുക്ക് പത്രത്തിൽ എഴുതിയതിനെയോ ടി വിയിൽ എഴുതിയതിനെയോ തിരിച്ച് പെട്ടെന്ന് അതിൻ്റെ താഴെയൊന്നും കുറിച്ച് വെച്ചാൽ വരില്ല. അപ്പോൾ അതൊരു ആർട്ടിസ്റ്റിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ഷോ നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് പറയാനാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് പുഷ് ചെയ്യരുത്, ഇന്ന് വരരുത്, ഈ ഷോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതാണ് ആ വേദി, ഇതാണ് ദിസ് ഇസ് വേർ ദ ഫീനിക്സ് ഷുഡ് റൈസ് ആൻഡ് ദ ഫീനിക്സ് ഇൻ ഹിം വിൽ റൈസ് നൗ. നിങ്ങളുടെ മനസ്സിലെ വേദന, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ, ഞാൻ മെൻ്റലിസ്റ്റൊന്നുമല്ല, പക്ഷേ ആ മനസ്സിലെ വേദന എനിക്ക് കാണാനാവുന്നുണ്ട്, എനിക്ക് വളരെ ഗോചരമാണത്. എനിക്ക് ആ വേദനയുടെ ഒരംശം, മുഴുവനൊന്നും വേണ്ട, പക്ഷേ ഒരു തരി തിളക്കം ഇവിടെ ഈ ഓഡിയനോട് ഷെയർ ചെയ്യണമെന്നുണ്ട്, ഇഫ് യു ക്യാൻ. സാധാരണ റീച്ച് ഔട്ട് അങ്ങനെ ആവാതിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും തോട്ട് പ്രോസസ്സിൻ്റെ ബിഹൈൻഡ് ആണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. ഇതെല്ലാം മനസ്സിലുള്ള കുറേ ആൽഗരിതാണ്. ഐ നെവർ ടേക്ക് നോട്ട്സ്. അപ്പോൾ എല്ലാം എവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത്, അപ്പോൾ ഞാൻ പിന്നെ ഫോണൊന്നും കാണില്ല, എവിടെയുള്ളതെന്ന് തന്നെ അറിയില്ല. പക്ഷെ ഇന്നലെ അതല്ല കാരണം. ഈ ഒരു ഫേക്ക് അലിഗേഷൻ ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അവനിങ്ങനെ പേടിയാവുന്നുണ്ടോ ഞാൻ എന്താ പറയാൻ പോകുന്നത് വിചാരിച്ചിട്ട്, നീ ടെൻഷൻ ആവണ്ട. അപ്പോൾ എന്നാലും പറയും, ഈ വേദി ആയതുകൊണ്ട് പറയാം, അതിനുള്ള ഗഡ്സ് കാണിക്കണമല്ലോ.
ജസ്റ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, അളിയ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, അബുദാബിയിലാണ്, ആദ്യമായിട്ട് വാർത്ത കൊടുത്ത മാതൃഭൂമിയാടാ. 4 ദിവസം കൊണ്ട് അല്ല, ഈ സെഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് നമുക്കെതിരെ ഒന്നും പറഞ്ഞുവിടാന്നുള്ളതല്ല. അപ്പോൾ എന്നോട് ജിസ് പറഞ്ഞു, നമുക്കിനി ഞാൻ പോകണോടാ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് പോകണം. ഇപ്പം നമ്മൾ പോയില്ലെങ്കിൽ അല്ല ഓക്കെ. പക്ഷേ എൻ്റെ വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, ഞെട്ടിപ്പിക്കുന്ന മനസ്സ് നിറക്കുന്ന കോർഡിനേഷനാണ് മാതൃഭൂമിയുടേത്. അതിവിടെ അല്ല, അവരുടെ എല്ലാ പ്രോഗ്രാമും അങ്ങനെയാണല്ലോ, പെർ സെക്കൻഡ് ഒരു ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളി കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് 6 കോളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് വേണ്ടത്, ജിസിനും അതേപോലെ. അപ്പോൾ അതിലൊരു കോള് ഇതെന്തായിരുന്നു സത്യം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൂടായിരുന്നു എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഇപ്പം പറഞ്ഞ എനിക്കെന്തെങ്കിലും പറയേണ്ടത് നീ പറയൂ. അല്ല, നീ ജോയിൻ ചെയ്യണം. ഈ സംഭവം നടക്കുമ്പോൾ അത് അബുദാബിയിൽ ലാൻഡ് ചെയ്തിട്ടില്ല, ഫ്ലൈറ്റിലാണ്. അപ്പോഴാണ് ഇത് ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴാണ് ആരും എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ വാർത്തയിലൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര എന്താ പറയുക, നമ്മൾ സ്വപ്നം കാണുകയാണോ, എന്താണ് സംഭവിക്കുന്നത്, ഒരു ദുർസ്വപ്നമാണോ? ഇമ്മീഡിയറ്റ്ലി ഈ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് അവിടേക്കുള്ള പ്രധാനപ്പെട്ട ആളുകൾ നമ്മളെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്, ലിറ്ററലി റിക്വസ്റ്റ് ചെയ്യാണ്, സർ എന്താണ്, ഒരു 3 ദിവസം നിങ്ങൾ ക്ഷമിക്കൂ, സത്യം എന്താണെന്ന് അറിയുന്നവരെ. ഞാൻ പറഞ്ഞ വാക്കുകളാണ്. ഒരു 3 days ഒന്ന് ക്ഷമിച്ചൂടെ? എന്നിട്ട് തെറ്റുകാരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇടുന്ന ഈ ന്യൂസിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണോ അതിൻ്റെ 1000 ഇരട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. 1000 ഇരട്ടി തീവ്രമായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കൂ. ഞങ്ങൾ തെറ്റുകാരാണെന്ന് 3 ദിവസം കൊണ്ട് തെളിയുമല്ലോ, എന്നിട്ട് കൊടുക്കൂ. ഇപ്പോൾ അവർ പറയുന്നത് മറ്റേ ചാനൽ ഇട്ടു, ഞങ്ങൾക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ, എൻ്റെ 45 വയസ്സായി എനിക്ക്. 25 ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് 2000-ലാണ് തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ മാധ്യമങ്ങളൊക്കെ ആയിട്ടുള്ള സൗഹൃദം. എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയ ഒക്കെ ആയിട്ട് എനിക്കൊരു വലിയ പരമമായ സത്യം മനസ്സിലായി. ആരെങ്കിലും, നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ആർക്കെന്ത് വേണേൽ പറയാം, എന്ത് കേസും കൊടുക്കാം. ഒരു മനുഷ്യൻ, നമ്മുടെ ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാമെന്നാണ്. എനിക്കറിയില്ല, സമ്പൂർണ്ണ സാക്ഷരത, ഇത്രയേറെ സാഹിത്യമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് മറ്റൊരാൾ അത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഏറ്റവും പവർഫുള്ളായൊരു മീഡിയമാണ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് ഒരു ഫിൽട്ടർ സ്പേസ് കൊടുക്കണം എന്ന് ഈ അതിലൊരു തിരുത്തുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ കാഴ്ച കാണുന്നത് എങ്ങനെയാ വെച്ചാൽ, മീഡിയ ഒന്ന്, ഈ പ്രമുഖ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ വേറത്. സ്ലോലി ഇത് സോഷ്യൽ മീഡിയ അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഒരു കൊടുക്കൽ വാങ്ങൽ സ്പേസ് ഉള്ളതുകൊണ്ട് അത് ഇതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം. നമുക്കതറിയാം അല്ലേ? ഒരു ടി വിയിൽ വാർത്ത കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനായിരിക്കും ഇപ്പോൾ കൊടുക്കേണ്ടി വരിക. ആ കാലഘട്ടം ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ തിരുത്തുന്നതെന്ന് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തുകൊണ്ടോ ഇപ്പോൾ എത്രത്തോളം വ്ളോഗേഴ്സ് ഉണ്ട്, എത്രത്തോളം ആളുണ്ട്, ഒരാൾ നമ്മൾക്കെതിരെ ഒരു വർത്തമാനം പോലും പറഞ്ഞത് കണ്ടിട്ടില്ല. അപ്പോൾ അത് മീഡിയയിൽ മാത്രം ഒതുങ്ങി അതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ടും ഞാനൊരു 2 മിനിറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സ്വർണ്ണ നാഗമെന്നോ മറ്റോ പേരുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനൊരു കഴുകം വന്നിട്ട് റാഞ്ചിക്കൊണ്ടുപോയി. പോയിസണസ് ആണ്. അപ്പോൾ ഒരു കഴുകം വന്നിട്ട് റാഞ്ചിക്കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വേണം, പാമ്പല്ലേ, അത് ചത്തോട്ടെ. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരാം, അതെ അതിൽ വേറൊരു കാര്യമുണ്ട്, ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന വളരെ റെയറായിട്ടുള്ളൊരു പാമ്പാണ്, 4-5 മറ്റോ ആണ് ലോകത്തിൽ തന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ അപ്പോൾ പരുന്ത് തെറ്റ്, വംശനാശം വരിക എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉന്മൂലനം ചെയ്യപ്പെടാൻ പോവാണ്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യില്ല. പരുന്ത് ചെയ്തത് തെറ്റ്, അതിനെ കൊണ്ട് താഴെയാണ്, എന്ത് പരിപാടിയാണ് കാണിച്ചത്. അപ്പോൾ അപ്പുറത്തുനിന്ന് അയാൾ പറഞ്ഞു, പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാനത് ക്ഷമിച്ചത്, ഈ പരുന്തും കുട്ടികളും 3-4 വർഷത്തിൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല, അത് ചത്ത് വീഴാറായി. അപ്പോൾ ഇത് അവസാനത്തെ ശ്രമത്തിലുള്ള എനർജിയിലാണ് ഈ പാമ്പിന്. അപ്പോൾ കഴുകൻ തന്നെ ശരി, കാരണം പട്ടിണീനേക്കാളും വലുതൊന്നും അല്ലല്ലോ എന്ന്. ഈ ഓരോ കാര്യം, ഒരു കഥയുടെ കൂടുതൽ ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ നമുക്ക് കിട്ടും തോറും എത്ര പെട്ടെന്നാണ് നമുക്ക് കാല് മാറാനും നമ്മുടെ പക്ഷം മാറാനും പറ്റുക. അപ്പോൾ പിന്നെ ഇത് ഫുൾ അറിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്തൂടെ? എന്തായാലും ജഡ്ജ് ചെയ്യും. അപ്പോൾ കുറച്ച് സ്നേഹത്തോടെ ജഡ്ജ് ചെയ്തല്ലേ. കാരണം കൂട്ടത്തിൻ്റെ പലരും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലർക്കും ഇത് ജഡ്ജ് ചെയ്യാൻ അറിയില്ല. നമുക്ക് പലർക്കും ഇത് ജഡ്ജ് ചെയ്യാൻ അറിയില്ല. ഇതെങ്ങനെയാണ്, നമ്മൾ ഇമ്മീഡിയറ്റ്ലി കമൻറ്റ് ബോക്സിൽ പോകും. അത് എൻ്റെ ചിന്ത തെറ്റാണോ, ഇനി ശരിയാണോ, ഞാൻ ഈ പക്ഷത്താണോ ഇതിൽ നിൽക്കേണ്ടത്, ഈ കൺഫ്യൂഷൻ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കമൻറ്റ് പോകും. അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ രസിപ്പിക്കാൻ ഒരുപാട് ട്രോളന്മാരുണ്ട്, ഭയങ്കര രസമാണ്. വിച്ച് ഈസ്
മാഗ്നിഫിസൻറ്റ്, എന്ത് രസമാണ് അവരുടെ ട്രോൾ സെൻസ്. അതിൽ കുറേ ചിരിക്കാനുണ്ടാവും, പിന്നെ കുറേ പേരുണ്ടാവും. കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രം ഉശിരി കാണിക്കാൻ പറ്റുന്ന ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഉള്ള ചിലർ. അവർക്ക് ഒരു നല്ല കാറ് കണ്ടാൽ സ്ക്രാച്ച് ചെയ്യണം, നല്ലതിനോടൊക്കെ അവർ, അതായത് ദീസ് പീപ്പിൾ ഹാവ് സോ മച്ച് ഹേറ്റഡ് ഇൻ ദം. അതവർ ഒതുക്കി വെച്ച് കോർപ്പറേഷന് കൊടുക്കില്ല, അത് പബ്ലിക്കിൽ അവരതിങ്ങനെ ഇട്ടുകൊടുക്കും. ഈ ഹേറ്റഡിൻ്റെ ഒരു മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ. അത് അവർക്ക് എങ്ങനെയെങ്കിലും നല്ലതെന്ന് കാണുന്ന എന്തിലും ഇടണം. അപ്പം നമ്മൾ ഈ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രം ശരിയാണ്. കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ ഭാഗമാവും. നിങ്ങൾ അതിനൊന്ന് തിരികൊളുത്തിയാൽ, ഇത് നെഗറ്റീവാണ് നിങ്ങൾ തിരികൊളുത്തിയാൽ, ആദ്യം കമൻ്റ് ഇടുന്നവനാണ് മുൻതൂക്കം. പിന്നെ അത് പിടിച്ച് അത് 10-200 കമൻ്റ് ആവും, അതിൽ ലൈക്ക് ആവും, അത് മുമ്പിൽ തന്നെ കിടക്കും. അപ്പം നിങ്ങളിങ്ങനെ തുടങ്ങി വെച്ചാൽ അത് കണ്ടിട്ടാണ് ഈ പറയുന്ന 80% ആൾക്കാരും തീരുമാനങ്ങൾ എടുക്കുന്നത്, ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണമെന്ന്. അത് ശ്രദ്ധിക്കാം. ഇത് പ്രകാശിതമാകാൻ പറ്റിയതിന് ഈ വേദിയോടും നന്ദി പറയണം. ഇതിനകത്തൊരു കാവ്യനീതിയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളത് ആദിയുടെ മനസ്സ് അല്ലെങ്കിൽ മെൻ്റലിസം, ദ ഫീച്ചേഴ്സ് ആൻഡ് ദ പോസിബിലിറ്റീസ് ഫ്യൂച്ചർ, അതൊന്നുമല്ല. നമ്മുടെ ഷോയുടെ ടൈറ്റിൽ ആദിയുടെ മനസ്സ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയത്. അൽവാരോ ഡി ക്യാമ്പോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളൊരു എഴുത്തുകാരനായിരുന്നു. റിക്കാർഡോ റെയ്സ് എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരൻ. ഇവരെല്ലാവരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതാണ്. മൂന്നാമത്തത് ഫെർണാൻഡോ പെസോവ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. ഇവർ 3 പേരും തങ്ങളിൽ യുദ്ധം ചെയ്യുന്നവരാണ്. അതായത് ഒരാൾ എഴുതുന്നത് മറ്റേയാൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, മറ്റേയാൾ എഴുതുന്നത് മുഴുവൻ ട്രാഷാണെന്ന് അയാൾ പറയുന്നു. പക്ഷേ ആത്യന്തികമായി ഇവർ 3 പേരും ഒരാൾ തന്നെയാണ്. അതായത് ഫെർണാൻഡോ പെസോവ എന്ന് പറയുന്ന റൈറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ആൾട്ടർ ഈഗോസാണ് ഈ ബാക്കി 2 പേരും. അന്ന് ഇൻ്റർനെറ്റും മറ്റ് സംഗതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇയാളുടെ റൈറ്റിങ്ങിനെ ഒന്ന് പരിപോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യണമല്ലോ. എന്നിട്ട് അയാൾ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ശൈലിയിലാണ് എഴുതുന്നത്. ഇയാൾ വിമർശിക്കും, ഇയാൾ എഴുതുന്നതിനെ മറ്റൊരാൾ വിമർശിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഹെറ്ററോനിം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പ്രൈമറിലി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടുമ്പോൾ തന്നെയാണ് അയാളെ കൂടുതൽ നവീകരിക്കുകയും ചെയ്യുന്നത്. സോ ബേസിക്കലി എനിത്തിങ് ടുവേർഡ്സ്, അത് ഒരു സമൂഹത്തിൽ നിന്ന് അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. സോ പ്രൈമർലി ഐ തിങ്ക് ഓൾ ദീസ് നെഗറ്റിവിറ്റീസ് ഓർ ബേസിക്കലി ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആസ് എ പോസിറ്റീവ് തിങ്. നിങ്ങളുടെ തന്നെ ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രതിഫലനമായിട്ട് നമുക്കതിനെ കാണാനാവുമെങ്കിൽ അത് അങ്ങനെ നമുക്ക് സ്വാംശീകരിക്കാൻ അതിന് പറ്റട്ടെ എന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വിലയേറിയ 15 നിമിഷങ്ങളിലേക്ക് എത്തി. ഇനി ഓൾമോസ്റ്റ് 10 more minutes to wind up the session. So let us get into the next question. Like നമ്മളിപ്പോൾ ഒരു 3 ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. Any other question? Yeah, sir. Sir, ആദ്യം ചൂസ് ചെയ്ത് അദ്ദേഹം നേരത്തെ കൈപൊക്കിയതുകൊണ്ടാണ് പറയട്ടെ. എൻ്റെ ചോദ്യം ഒരുപക്ഷെ വളരെ അക്കാഡമിക് ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും മെൻ്റലിസം എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഐ എം എൻ HR പ്രൊഫഷണൽ. അവർ 10,000-10,000 ആൾക്കാരെ റിക്രൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡെസ്മണ്ട് മോറിസിൻ്റെ മാൻ വാച്ചിങ്ങും അലൻ റോജേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അത് എത്തിക്കാമെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ദാറ്റ്സ് വൺ ലേണിംഗ്. എൻ്റെ ചോദ്യം അതല്ല. ഞാനും ഈ പറഞ്ഞ പോലെ പോയ്റോട്ടിനെ അല്ലെങ്കിൽ ഷെർലക് ഹോംസിൻ്റെയൊക്കെ ആരാധനയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഷെർലക് ഹോംസ് ഉപയോഗിക്കുന്നത് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ്സ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ അലൻ റോജേഴ്സിൻ്റെ സോഷ്യൽ ആന്ത്രപ്പോളജിയും ഡെസ്മണ്ട് മോറിസിൻ്റെ സോഷ്യൽ ആന്ത്രപ്പോളജിയും അലൻ റോജേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജും ഷെർലക് ഹോംസിൻ്റെ ആദർ കൊണൻ ഡയലിൻ്റെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സിൽ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഈ ഒരു പെർഫെക്ഷനിൽ എത്താൻ വേണ്ടി. I observe a little more than usual. I observe a lot and then I collect that information. ഈ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഒരു നല്ല രീതിയിൽ ക്രോഡീകരിക്കാൻ വേറൊരു സബ്ജക്റ്റ് നമ്മൾ പറയാതെ പോയിട്ടുണ്ട്. അതും കൂടി ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ല. ഒരു 30,000 ബോഡി ലാംഗ്വേജെങ്കിലും ബേസിക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളൊരു 10 പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇതാണോ. ഇത് കൂട്ടി വായിക്കേണ്ടതുണ്ടല്ലോ. ഒരു ബോഡി ലാംഗ്വേജ് ഒറ്റക്കല്ല, ജസ്റ്റേഴ്സ് കംസ് ഇൻ ക്ലസ്റ്റേഴ്സ്. അക്ഷരങ്ങൾ ഇങ്ങനെ കൂടി വാക്കുകൾ ഒരു വാചകം അങ്ങനെ വേണം ഇതിനെ വായിക്കാൻ, അല്ലേ? സോ ഈ ഒബ്സർവ് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻ കൃത്യമായ തോതിൽ ആദ്യം ഇമ്മീഡിയറ്റ്, ഇതിന് ഒരുപാട് സമയമില്ല. ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് നിഗമന അപഗ്രഥന ശാസ്ത്രം എന്ന് പറയുന്നത് 3ാമത്തെ ഫേസാണ്. 1, 2, 3. നടുവിലുള്ളത് നിമോണിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. മെമ്മറി എങ്ങനെ ഓർക്കണം, മെമ്മറി എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ആ പ്രോസസ്സാണ്.
എനിക്ക് അതിൽ നല്ല സ്കില്ലുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. ശകുന്തള ദേവിയും മറ്റും അതിനെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹാരി ലോറേൻ്റെ സൂപ്പർ പവർ മെമ്മറി എന്ന് പറയുന്ന ഇതൊക്കെ നോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മാജിക്കാണ്. അത് ജീവിതത്തിൽ ഒരു കൈമാറാൻ പറ്റിയ ഒരു 2-3 അഡ്വൈസ്, ഒരു 3 വാക്കിൽ ഒരു കുട്ടിക്ക് പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നതിൽ ഈ പുസ്തകത്തിൻ്റെ പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഒരു സൂപ്പർ ഹ്യൂമൻ പോലെ ആക്കും ഒരു ചെറിയ സമയം കൊണ്ട്. സോ ഇത് 3 ആണ് ചേട്ടാ പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. താങ്ക്സ്. We have time for one more question. That could be the last one. നമ്മൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കാലത്ത് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികൾ ഫുൾ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് അവർ നടക്കുമ്പോഴേക്കും ഒരു മെക്കാനിക്കൽ നമുക്ക് തോന്നാറുണ്ട്. അവരെ കൈ മൂവ്മെൻറ്റ്, അവരെ ഐ മൂവ്മെൻറ്റ് ഒക്കെ എപ്പോഴും നമ്മുടെ ഫോണിലോട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം നമ്മൾ കേൾക്കാറില്ലേ, ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി അതേപോലെ ചെയ്യും. ബ്ലേഡ് വെച്ച് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും. അപ്പോൾ പുതിയ കുട്ടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതിൽ നിന്ന് അവർക്ക് ചെയ്യാൻ, അവർക്ക് മുക്തി അവർക്ക് അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ എന്താണ് നിർദ്ദേശം നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ ചേട്ടാ, ഇതിനെ കൊണ്ട് നല്ലതുമുണ്ട് എന്ന് നമ്മൾ ആദ്യം എന്തായാലും സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഇതില്ലാത്തൊരു കാലം ഇനി പോസിബിൾ ഒന്നുമല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഇത് നമുക്ക് കുറേ അധികം സംസാരിക്കേണ്ട ഒരു വിഷയമല്ലേ. പക്ഷേ പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു, ആസ് എ ടീച്ചർ, ടീച്ച് ദം ടു റീഡ്, ഫോഴ്സ് ദം ടു റീഡ്, ഇൻഫ്ലുവൻസ് ദം ടു റീഡ്. എനിക്ക് തോന്നുന്നു ഇത് ഹൗ ടു പെർസ്വേഡ് കിഡ്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഒരു വീഡിയോ, ഒരു 20 മിനിറ്റുള്ള വീഡിയോ അവിടെ ഹാപ്പിനെസ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസിൽ കിടപ്പുണ്ട്. വെറുതെ വൺസ് ദേ ആർ അഡിക്റ്റഡ് ടു ഇറ്റ്, ഇതൊന്നും മാറ്റർ ആയിരിക്കില്ല. അവർക്ക് ഇങ്ങനെ കളയാൻ സമയം ഉണ്ടാവില്ല. അത് റൈറ്റ് ആയിട്ടുള്ള പുസ്തകം വേണം. ആദ്യത്തെ ഒരു 5 എണ്ണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ അവർ അലിഞ്ഞു തിരിഞ്ഞ് 10 എണ്ണം വായിച്ചാൽ ഒന്നായിരിക്കും അവർക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് വായിക്കുന്ന 5 പുസ്തകങ്ങൾ ഏറ്റവും വലിയ ക്ലാസിക്കലും ഫിലോസഫി പുസ്തകങ്ങളൊന്നും ആവരുത്. ടോട്ടോ ചാൻ പോലെ, ഹെയ്ഡി പോലെ. ഈ ഒരു ജേണി നിങ്ങൾ കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. ബാക്കിയൊക്കെ അവർ പഠിച്ചോളും പുസ്തകത്തിൽ നിന്ന്. Thank you so much. Can I ask one last question? Sorry. എന്തൊരു ശബ്ദമാണ്, നല്ല രസമുണ്ട്. താങ്ക് യു ആദി. ഞാൻ പെട്ടെന്ന് ചോദിക്കാൻ സമയം കളയുന്നില്ല. ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം ഈ ചിത്രകാരന്മാരുടെയും എഴുത്തുകാരന്മാരുടെയും മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ്. മാനവരാശി തുടങ്ങിയ കാലം തൊട്ട് പലപ്പോഴും അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്, ദുരൂഹമായിട്ടുള്ള സാധനമെന്ന് പറയുന്നു. ആദിയുടെ അഭിപ്രായം എന്താണ്? മനസ്സ് വളരെ ദുരൂഹമായിട്ടുള്ളൊരു സാധനമാണോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണോ? അങ്ങേക്ക് എങ്ങനെയാണോ അങ്ങനെ എന്നുള്ളതാണ് ശരിക്കും ഉത്തരം. അത് ദുരൂഹാക്കാം. നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാമല്ലോ. എനിക്കിത് വളരെ ഹാപ്പിനെസ് മാത്രം അട്രാക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് മാത്രം കൊണ്ടൊരു ഫീൽ ഗുഡ് മൂവി പോലെ അങ്ങനെയാണ് എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ളത് മാത്രം നമ്മൾ അങ്ങോട്ട് ഫീഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഗഹനമായ ചിന്തകളും പിന്നെ അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മളതിൽ ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. കുറേയൊക്കെ സൊസൈറ്റിക്ക് ബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ ഹാപ്പിനെസ്സിനെയും നമ്മുടെ ചിന്തകൾ ഇതിൻ്റെ കീ നമ്മൾ തന്നെയാണ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് നോ പറയാനും വേണ്ടാത്ത ആശയം, എനിക്ക് തോന്നാറുണ്ട് ഏറ്റവും വലിയ പവർ ഇതിലാണ്. നമുക്ക് വേണ്ടാത്ത ആളുകളെ നമുക്ക് കാണണ്ട. ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടല്ല. ആ മീറ്റിങ്ങിന് എനിക്ക് പോകണ്ട, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഈ ഷോ എനിക്ക് വേണ്ട. ഇത് തീരുമാനിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ്, അല്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒന്നും. ഇത് ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഏറ്റവും അയാളുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ഫേസിലേക്ക് എത്തുന്നതെന്ന്. ഒരു കരിയറിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഒരു ആർട്ടിസ്റ്റിൻ്റെതായാലും ഞാനിങ്ങനെ വിചാരിക്കാം. അപ്പോൾ അത് പറയാൻ പറ്റുന്നൊരു പൊസിഷനിലുള്ള ആൾക്ക് ഈ നെഗറ്റിവിറ്റി എടുക്കാതിരിക്കാൻ, ആൾക്കാരെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ, ഇതുപോലത്തെ വേണ്ടാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് തന്നെ കളഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്ത് അകത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പം കോംപ്ലിക്കേറ്റഡ് ആണോ വെച്ചാക്കാം ചേട്ടൻ. ഞാൻ ഫാസ്റ്റിൽ പറയുമ്പോൾ ഞാൻ ഈ പാവം ചേച്ചി ഇവരെ പറ്റി ഞാൻ ആലോചിക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ ഉത്തരം കറക്റ്റായിരുന്നു അത്. താങ്ക് യു സോ മച്ച്. The session is coming to an end. എനിക്ക് ആസ് എ പാർട്ടിംഗ് നോട്ട്, സാധാരണ ആദിയുടെ ഷോ വന്ന് എൻഡ് ചെയ്യുന്നതൊരു ഹ്യൂജ് ഫെയിലിയർ നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നത്, അല്ല ഒരു ഫെയിലിയർ നമ്മളെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഒരു വാശിയോട് കൂടിയാണ് നമ്മളത് എൻഡ് ചെയ്യുന്നത്. സോ പ്രൈമറിലി ഞാൻ ഷോയുടെ ഒരു ഡീറ്റെയിലിലോട്ടും ഒരു സ്പോയിലറും ഇല്ല. പക്ഷേ വെനെവർ വി ആർ ഫേസിങ് a dead end or at least a pause, it's actually the start of a new beginning. Let this be the start of a great new year. And indeed, thank you so much. അത് തന്നെയാണ് തീരുമാനം. നമുക്കെല്ലാം ഗംഭീരാക്കാം. ഇത് ശങ്കരേട്ടാ, നിങ്ങളുടെ പിക്ചറിൽ അതെനിക്ക് മിനിഞ്ഞാന്നാണ് കിട്ടുന്നത്. അതിൽ നിങ്ങളുടെ ഫേസ് ഉണ്ടാകുമ്പോഴാണ് ഇതിലെന്തായാലും വരുന്നത് തീരുമാനിക്കുന്ന ആദ്യത്തെ മൊമെൻറ്റ്. സച്ച് ആൻ ഓണർ. ഞാൻ ഇങ്ങനെ ഒരു നിങ്ങളുടെ കൂടെ ഇതുപോലൊരു ഞാൻ ആഗ്രഹിച്ചതാണ്. താങ്ക് യു സോ മച്ച്.